ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു കേസാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നത്. അതിൽ കക്ഷികൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും. വിഷയം സാമ്പത്തികം. കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ പോയി. ആ കേസിൽ സുപ്രീം കോടതി ഇടപെട്ട് ചില ഇടക്കാല ഉത്തരവ് നൽകിക്കഴിഞ്ഞു. ആ ഉത്തരവ് പ്രകാരം അത് നടപ്പാക്കാൻ കേന്ദ്രം തയ്യാറാകാത്തതുകൊണ്ട് വീണ്ടും കേരളം സുപ്രീം കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിച്ച് സുപ്രീം കോടതി വീണ്ടും ഇടപെട്ടിരിക്കുകയാണ്. അതായത് ഈ അടിയാന്മാര്, കുടിയാന്മാര് മേലാളന്മാരുടെ മുമ്പിൽ പോയി ഇങ്ങനെ ഓച്ചാനിച്ച് ഞങ്ങൾക്കിത് തരണേ എന്ന് ചോദിക്കുന്ന മനോഭാവത്തോടെ പെരുമാറിയാൽ കാശ് തരാമെന്ന് കേന്ദ്രം പറയുന്നു. ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ നഗ്നമായ ലംഘനമാണ്. ഈ വിഷയമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും സുപ്രീം കോടതിയിൽ വന്നത്. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ കേന്ദ്രം സമ്മതിച്ചു. എന്താണ്? 19,000 കോടി രൂപയുടെ കടമെടുക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട്. അതായത് സുപ്രീം കോടതിയിലെ അഫിഡവിറ്റിൽ കേന്ദ്രം സമ്മതിച്ചു. കേസ് കോടതിയിൽ വന്നപ്പോൾ 19,000 കോടി രൂപയുടെ കടമെടുക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട്. കേരളം ചോദിച്ചത്, കോടതിയിൽ കൊടുത്ത ഹർജിയിൽ ഞങ്ങൾക്ക് 19,370 കോടി രൂപ കടമെടുക്കാനുള്ള അർഹതയുണ്ട്, അതിനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ തരണം എന്നാണ് സുപ്രീം കോടതിയിൽ കേരളം ഹർജിയിൽ ആവശ്യപ്പെട്ടത്. അവിടെ വന്ന് സമ്മതിച്ചല്ലോ, 19,000 കോടി രൂപ എടുക്കാൻ വായ്പ എടുക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട്. അപ്പൊ കോടതി പറഞ്ഞു, സുപ്രീം കോടതിയുടെ ബെഞ്ച് പറഞ്ഞു, എങ്കിൽ വേഗം നിങ്ങളുടെ നടപടികൾ നിങ്ങൾ രണ്ടും കൂടെ ചർച്ച ചെയ്ത് തീർക്കാൻ പറഞ്ഞു. കോടതിയുടെ പടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്, സുപ്രീം കോടതിയുടെ പടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അടുത്ത ദിവസം ചർച്ചയ്ക്ക് ചെന്നപ്പോ മലക്കം പറഞ്ഞു കേന്ദ്രം. പറഞ്ഞെന്താണ്? അതെ, ആ കോടതി കൊടുത്ത കേസ് അങ്ങ് പിൻവലിച്ചാൽ ഈ കാശ് തരാം. ഏതാണ്ട് ഔദാര്യം ചോദിക്കുന്നത് പോലെ. കേരളം പറഞ്ഞു വേണ്ട, കേസ് പിൻവലിക്കുന്നില്ല. വീണ്ടും കേരളം സുപ്രീം കോടതി പോയിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ കോടതി ചെവിക്ക് പിടിച്ചു കേന്ദ്ര സർക്കാരിന്റെ, മോദി സർക്കാരിന്റെ. നിങ്ങൾ എന്തോന്നായി പറയുന്നത്? കേരളത്തിന് ഇത്രയും കടമെടുക്കാനുള്ള അവകാശമുണ്ട്, അത് നിങ്ങൾ സമ്മതിച്ചു. അത് കടമെടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, കാര്യങ്ങൾ ചർച്ചയിലൂടെ. വീണ്ടും വീണ്ടും ഇത് ഇവിടെ ഉന്നയിക്കപ്പെടാൻ വേണ്ടിയുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ചർച്ചയായപ്പം 5,000 കോടി രൂപ തൽക്കാലം തരാം. പക്ഷെ അത് അടുത്ത സാമ്പത്തിക വർഷം, മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 1 മുതലുള്ള ഇതിനകത്ത് ഞങ്ങൾ പെട്ടെന്ന് അതങ്ങ് പിടിക്കും. അതാണ്ട് പിച്ച തരുന്ന പോലെ, ഭിക്ഷാടനം. കേരളം പറഞ്ഞ 5,000 ആയിട്ട് ഞങ്ങൾ വാങ്ങാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് ഇത്രയും 10,000 കോടിയെങ്കിലും ഇപ്പൊ കിട്ടിയെങ്കിലേ ഞങ്ങൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഞങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഈ 5,000 സ്വീകാര്യല്ല. വീണ്ടും കേരളം സുപ്രീം കോടതി ചെന്ന സുപ്രീം കോടതി ചോദിച്ചു, ഈ 5,000 നിങ്ങൾക്ക് അങ്ങ് സ്വീകരിച്ചുവിടെ തൽക്കാലം. അപ്പൊ കോടതിയിൽ കേരളം എടുത്ത നിലപാട് എന്താണ്? പറ്റൂല, സ്വീകരിക്കാൻ പറ്റൂല. അത് ഔദാര്യമല്ല, ഫെഡറൽ സംവിധാനങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിൻ്റെത്. ഇതിൽ വിശദമായ വിധി ഉണ്ടാകണം എന്ന് കോടതിയിൽ കേരളം അഭ്യർത്ഥിച്ചു. ഈ 5,000 കോടിയായിട്ട് ഞങ്ങൾക്ക് വേണ്ട, മിനിമം ഇപ്പൊ 10,000 കോടി രൂപയെങ്കിലും കിട്ടിയെങ്കിൽ ഇത് പരിഹരിക്കാൻ പറ്റും. അപ്പൊ കേന്ദ്രത്തോട് കോടതി ചോദിച്ചു, നിങ്ങൾ എന്താ പിന്നെയും ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത്? അപ്പൊ അവര് പറഞ്ഞ്, ഇത്രയാണ് ഇപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ ഇപ്പൊ കഴിയുള്ളൂ. കാരണം ഇതൊരു ശീലമാക്കിയാൽ മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ പ്രത്യേക സഹായം ഞങ്ങൾ ചെയ്യേണ്ടി വരും. അടുത്ത നിലപാടാണ്. അപ്പോൾ ഒരു മറുചോദ്യമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ പ്രത്യേക പാക്കേജ് വഴി സഹായം ചെയ്തിട്ടില്ലേ കേന്ദ്രം? UP എത്ര 1,000 കോടി രൂപയാണ് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തിനകത്ത്. അസ്സാമിന് കൊടുത്തിരിക്കുന്നത് എത്ര 1,000 കോടി രൂപയാണ്. വേറെ പല സംസ്ഥാനങ്ങൾക്കും നിങ്ങൾ കൊടുത്തിട്ടില്ലേ കേന്ദ്രം? അപ്പൊ കേരളത്തിന് ഇങ്ങനെ ഒരു പാക്കേജ് സഹായം നൽകിയാൽ പിന്നെ അത് മറ്റുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രത്തെ ബുദ്ധിമുട്ടിക്കും എന്ന് പറയുന്നതിലെ കള്ളത്തരം കേരളം ചൂണ്ടിക്കാണിച്ചു. മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് ഓൾറെഡി കൊടുത്തിരിക്കുന്നു. കേരളം അവകാശപ്പെട്ടതാണ് ചോദിക്കുന്നത്, കടമെടുക്കാനുള്ള പരിധി. ഒന്നത്. ഇതുകൂടാതെ 50,000 കോടി രൂപയിലധികം കേന്ദ്രം കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് പിടിച്ചു വെച്ച പൈസ കേരളത്തിന് കിട്ടാനുണ്ട്. അതും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ അത് വേറൊരു ഹർജി അവിടെ ഇരിക്കുകയാണ്. ഇത് കടമെടുപ്പ് പരിധി മാത്രമാണ് ഈ 19,000 കോടി രൂപ. അല്ലാതെ 50,000 കോടിയിലധികം രൂപ കേരളത്തിന് തരേണ്ടത് പല കാരണങ്ങൾ പറഞ്ഞിട്ട് കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്തും കോടതി വൈകാതെ വിധി പറയേണ്ടി വരും.
ഇത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഭരണഘടനാ കേസായിട്ട് മാറിയിരിക്കുന്നു. ഇതിൽ കേരളത്തിന് മാത്രമല്ല ഗുണം കിട്ടുക, കേരളം ഈ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഗുണം അന്തിമ സുപ്രീം കോടതി വിധി വന്നാൽ അതിന്റെ ഗുണം മറ്റു സംസ്ഥാനങ്ങൾക്കും കിട്ടും. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്കും കിട്ടും. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്നിടത്ത് നീതി നടപ്പാവും. അപ്പൊ അന്തിമ വിധിയല്ല, അടുത്ത വിധി പറയാൻ അടുത്ത വ്യാഴാഴ്ചത്തേക്ക് കോടതി ഡേറ്റ് വെച്ചിരിക്കുകയാണ്. ഈ 19,000 കോടി രൂപയില് അടിയന്തരമായിട്ട് 10,000 കോടി വേണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യത്തിന്മേൽ വിധി പറയാൻ ഈ വരുന്ന വ്യാഴാഴ്ച, അതൊരു സൂപ്പർ തേഴ്സ്ഡേ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ വ്യാഴാഴ്ച സുപ്രീം കോടതി ബെഞ്ച് എന്താണ് വിധി പറയുന്നത് നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ ഒരാഴ്ചയുണ്ട്. ഇതെന്തോന്നാ ഇത്ര ദാസ്യ മനോഭാവത്തോട് മേലാളന്മാരെ പോലെ യജമാനന്മാരെ പോലെ കേന്ദ്ര സർക്കാർ പെരുമാറുന്നത്? ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. കോവിഡ് കാലത്ത് വായ്പാ പരിധി 5% ഉയർത്തി സംസ്ഥാനങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിലാണ്. കോവിഡ് കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൈസയില്ല, കേന്ദ്രത്തിന് പൈസ തരാൻ ബുദ്ധിമുട്ടുകൾ, ഓരോ സംസ്ഥാനത്തും ബുദ്ധിമുട്ട്. അങ്ങനെ കടമെടുപ്പ് പരിധി 5% കേന്ദ്രം ഉയർത്തിയപ്പോൾ പല സംസ്ഥാനങ്ങളും ആ കടം എടുത്തിട്ടില്ല, 5%. ഇനി എടുത്ത കടം തന്നെ ചെലവഴിക്കപ്പെടാതെ ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയാണ് ട്രഷറികളിൽ കെട്ടിക്കിടന്നത്. കോവിഡ് കാലത്ത് 3 ലക്ഷം കോടി രൂപ ഈ ട്രഷറി കിടക്കുന്ന, ചെലവഴിക്കാതെ കിടക്കപ്പെടുന്ന പണത്തിന്റെ, കോവിഡ് പാക്കേജ് പണത്തിന്റെ അവകാശം പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണെന്ന് അറിയാമല്ലോ. എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ 3 ലക്ഷം കോടി രൂപ വിവിധ സംസ്ഥാനങ്ങളുടെ ഈ ബാലൻസ് നേരെ അവർ വസൂലാക്കിയിട്ട് അത് കേന്ദ്ര സർക്കാരിന് കൈമാറി. അപ്പൊ കോവിഡ് വഴി തന്നെ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ ചെലവഴിക്കാത്ത വിഹിതം 3 ലക്ഷം കോടി രൂപ കിട്ടി റിസർവ് ബാങ്ക് മുഖേന. ഇതൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ ചാനൽ ചർച്ചയിൽ ഇതൊക്കെ ഉണ്ടോ? എന്താ ഇതൊന്നും വരാത്തത്? അപ്പൊ ഈ 3 ലക്ഷം കോടി രൂപ സർക്കാരിന്, കേന്ദ്രത്തിന് കിട്ടിയപ്പോഴാണ്, RBI വഴി കിട്ടിയപ്പോഴാണ്, എന്നിട്ടും കേരളത്തിൽ കോവിഡ് കാലത്ത് തന്നെ അധിക റേഷൻ അരിക്ക് കാശെണ്ണി വാങ്ങിയത് നരേന്ദ്രമോദി സർക്കാർ. ഒരു സൗജന്യവും തന്നില്ല. അധിക റേഷന് അരിയുടെ കാശെണ്ണി വാങ്ങി, ഓടിയ ഹെലികോപ്റ്ററിന്റെ കൂലി വാങ്ങി, ആൾക്കാരെ രക്ഷിക്കാൻ, വെള്ളപ്പൊക്ക പ്രളയത്തില് മുങ്ങി താഴുന്നവരെ രക്ഷിക്കാൻ തന്ന ഹെലികോപ്റ്ററിന്റെ കൂലി എണ്ണി വാങ്ങി. ഇതെന്തോന്ന് കേന്ദ്ര സർക്കാർ? ഇതൊരു ശരീരമാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരു ശരീരമാണ്. സംസ്ഥാനങ്ങളെ കൂടെ നിർത്തണം, വിശ്വാസത്തിലെടുക്കണം. ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി അവർക്ക് സഹായം കൊടുക്കണം. പിച്ച കൊടുക്കണ്ട, ഭിക്ഷാടനമല്ല, അർഹതപ്പെട്ടത് കൊടുക്കാനാണ് പറയുന്നത്. അതാണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും കൊടുക്കാൻ പിന്നെ മടി. പിന്നെ കണ്ടീഷൻസ് വെക്കുകയാണ്. 5,000 ഇപ്പൊ തരാം, പക്ഷെ അത് ഞങ്ങൾ അടുത്ത മാസം പിടിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ പൈസ ലെസ്സായി. ഇതെന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? കോടതിക്ക് ഇത് ബോധ്യമായി. സുപ്രീം കോടതി ബെഞ്ചിന് മനസ്സിലായി കാര്യം. അവർ ചോദിച്ചു, കേരളം പറയുന്നത് ന്യായമായ അവകാശമല്ലേ, ന്യായമായ കാര്യമല്ലേ, ആവശ്യങ്ങളല്ലേ, അത് നിങ്ങൾ എന്താ ചർച്ചയിലൂടെ അംഗീകരിച്ചു കൊടുക്കാത്ത എന്താണ് എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. എന്നിട്ടും പിന്നെ ഈ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അർത്ഥം എന്താണ്? ശത്രുതയോടെ കേരളത്തെ കാണുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവരുത്. അതെന്തുകൊണ്ടാ? നിങ്ങളാരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല, ഞങ്ങളെ ജയിപ്പിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകട്ടെ എന്ന മനോഭാവത്തിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ സമീപനമല്ലേ കാണുന്നത്? എന്റെ അർത്ഥം അതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലെ മറ്റെന്തർത്ഥമാണ് നമുക്കിതിന് കൽപ്പിക്കേണ്ടത്? കോടതി ബാക്കി നോക്കിക്കോളൂ. കോടതിയിലാണ് നമ്മുടെ പ്രതീക്ഷ.